ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക്ഷോപ്പിൽ എത്തിയേക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വണ്ടി എടുത്തോട്ടൊന്നും വന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അതാണ് നമ്മൾ വേറെ 1-2 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വർക്ക് കുറച്ച് ദിവസം നിർത്തി വെച്ചോളാൻ പറയുന്നു. അപ്പോൾ വണ്ടി നമ്മൾ തിരിച്ചു വന്ന് വണ്ടിയുടെ വർക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രൈമർ അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഫെൻഡർ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു, ഇതൊക്കെ അയച്ചു വെച്ചേക്കായിരുന്നു. അപ്പോൾ വണ്ടി പുട്ടി ഇടാനുള്ളതൊക്കെ ഏകദേശം പുട്ടിയൊക്കെ ഇട്ട് NC പുട്ടി കാര്യങ്ങളൊക്കെ വലിച്ചൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പെയിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫുള്ളായിട്ട് പ്രൈമർ അടിക്കാൻ പോവാണ്. 2K പ്രൈമർ അടിക്കണേ. 2K പ്രൈമർ നമ്മൾ 2 കോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പ്രൈമർ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാനായിട്ട് പോവാം. നമ്മുടെ വണ്ടിയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബൂട്ടിൻ്റെ അവിടെ ഇപ്പോൾ ഈ സൈഡ് കുറച്ച് ഗ്യാപ്പ് പോകുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ തന്നെ സ്റ്റോപ്പറുണ്ട്, അതൊക്കെ ഞാൻ അഴിച്ചെടുത്ത് വെച്ചോട്ടെ. ഈ സൈഡിലാണ് 2 സ്റ്റോപ്പറുണ്ട്. ആ സ്റ്റോപ്പറിലാണ് അത് വന്ന് ആക്ച്വലി ലോക്കായി നിൽക്കുന്നത്. അത് അഴിച്ചെടുത്തുകൊണ്ടാണ് ഈ സൈഡ് ഒരു ഷേപ്പ് അൺഈവനായിട്ട് തോന്നണേ. ഇങ്ങനെ കുറച്ച് താഴ്ന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ആക്ച്വലി പ്രൈമറൊക്കെ അടിച്ചതിന് ശേഷം എല്ലാം അഴിക്കാനുള്ളതാണ്. തിരിച്ചൊന്നും കൂടെ അഴിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫിക്സ് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ എല്ലാം. ഇനി പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഡോറ്, ഫെൻഡർ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഈ വണ്ടിക്കകത്ത് നിന്ന് അഴിച്ചിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കുക. എന്നാലാണ് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഫെൻഡർ മാത്രമാണ് ഫിക്സ് ചെയ്ത് വെക്കുള്ളൂ. ഈ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. 2 ഫെൻഡേഴ്സ്, ബാക്കി ബോണറ്റ്, ഡോസ്, ബൂട്ട് എല്ലാ സാധനങ്ങളും അഴിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് അടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡോറിൻ്റെ ലോക്ക് സംഭവങ്ങളൊക്കെ, ഈ ഫ്യൂൽ ലിഡ് കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ശരിച്ച് സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വണ്ടിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നൊരു കോട്ടല്ലേ കേട്ടോ അടിക്കുള്ളൂ. 2K അറബിയിലൊക്കെ എഴുതിയുണ്ടല്ലോ. എക്സ്പോർട്ടിങ് ക്വാളിറ്റിയോ അതോ ഇമ്പോർട്ട് ചെയ്യണമാണോ? ജോർദാൻ മെയ്ഡാണ് കേട്ടോ ഈ സാധനം. ജോർദാനിൽ നിന്ന് വരുന്നതാണ് NCR ഓട്ടോമോട്ടീവ് ഫിനിഷ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൈമർ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യണത്. 2K പ്രൈമർ. ഇപ്പോൾ നമ്മൾ ഏത് വണ്ടി അടിക്കുകയാണെങ്കിലും നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചോ. നിങ്ങളൊരു വണ്ടി പെയിൻ്റ് അടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൊടുക്കണമെങ്കിൽ, നിങ്ങൾ ഫുൾ പെയിൻറ്റിങ്ങിന് കൊടുക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയണം അവരുടെ അടുത്ത്. പ്രത്യേകിച്ച് കുറച്ച് പഴയ വണ്ടി കൂടിയാണ്, അതായത് ഒരു 5 ഇയേഴ്സ് പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ 2K പ്രൈമർ എന്താണേലും 2 കോട്ട് അടിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് വണ്ടി ഫുൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങും അത് മൊത്തത്തിൽ കവറായിട്ട് വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ടച്ച് ചെയ്തതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് അറിയണമെങ്കിൽ ഈ 2K അടിക്കണം. 2K പ്രൈമർ 2 കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റ് ഫൈനൽ കോട്ട് നമ്മൾ വരുമ്പോഴത്തേനും ഉള്ളിലേക്ക് വലിയലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല കേട്ടോ, ഇല്ലേ? അടിച്ചു കഴിഞ്ഞാൽ ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം തിരിച്ച് പിന്നെ നമുക്ക് ലൈൻ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അടിക്കണമല്ലോ. അത് നമുക്ക് ഇത്രയും വർക്ക് കയറിയിട്ടില്ലല്ലോ. നമ്മൾ പണം തോർത്തൊക്കെ ലൈൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും അടിച്ച് നോക്കി ലൈൻ ഒന്നുകൂടി എടുക്കാനുണ്ടാവും. അതാണ് ഇപ്പോൾ ഒരു കോട്ട് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ 2.5 കോട്ട് വേറെ വരൂലേ. അങ്ങനെയാണ് നമ്മുടെ വണ്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡോറാണേലും മൊത്തം ഇങ്ങനെ ലൈനുകളിലാണ് കളിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ ആ സൈഡ് വരെ ലൈൻ പൊങ്ങുകയും താഴുകയും ചെയ്യാണ്ട് കാണണം. അതാണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ആ ഫ്രണ്ട് ഫെൻഡറിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് ഈ ബൂട്ടിലടക്കം കയറി അപ്പുറത്തോട്ടാണ് പോകുന്നത്. അതിൽ എന്താ പറയുക, ഈ ഒരു സൈഡിൽ ഡോറിൽ മാത്രം ഇത്രയും ലൈൻ വരും. ഇത് ഇവിടെ വെച്ച് എൻഡ് ആകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബൂട്ടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് അത്രയും ഭാഗത്ത് നിൽക്കും. ആ ലൈന് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബമ്പറയിലും കൂടെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ലൈനുകളുടെ പെരുമഴയാണ് ഈ വണ്ടിക്കകത്ത്. അപ്പോൾ അതെല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടിയുടേതായിട്ടുള്ള ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ ഇൻറ്റീരിയർ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡസ്റ്റൊക്കെ ഒന്ന് എടുത്തിട്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നു. കണ്ടില്ലേ, ഇത് ആക്ച്വലി ഞാൻ പെയിൻ്റ് അടിച്ച കേട്ടോ. ഈ ഒരു പോർഷൻ ഒരു ദിവസം പൊക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ സീറ്റ് പൊക്കി നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് റസ്റ്റ്. വേഗം പിന്നെ ക്ലീൻ ചെയ്ത് അവിടെ നമ്മുടെ എപ്പോക്സിയാണ് അടിച്ചേക്കണം ഇതിനകത്ത്. പ്രൈമർ നമ്മൾ പുറത്ത് വെച്ച് അടിക്കൂലേ ഇപ്പോൾ എല്ലാ വണ്ടികളുടെയും. കാരണം അതിനകത്ത് അടിച്ചാൽ മറ്റേ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നാശമാക്കും. പെയിൻറ്റിങ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ വെച്ച് അടിക്കാനായിട്ട്. അതായത് പൊടിയൊന്നും കയറാത്ത ലെവലിൽ. ഇത് നമ്മുടെ വണ്ടി സത്യം പറഞ്ഞാൽ ഫുൾ റഫ്യൂസ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്താണല്ലോ അങ്ങനെയൊന്നും ഉപയോഗിക്കണില്ല. എല്ലാം ഇതിനകത്ത് നമ്മൾ റീസ്റ്റോറേഷന് ബൈക്ക് കാര്യങ്ങൾ വരെ ഇതിനകത്ത് വെച്ച് നമ്മൾ കൊണ്ടുവരായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിതിനകത്ത് ലോഡ് കൊണ്ടുവരുന്ന പരിപാടിയെ നിർത്തി വണ്ടിക്കകത്ത്. നമ്മളിതിൽ ട്രാവൽ ചെയ്യാൻ മാത്രമാണ് വണ്ടി നമ്മളിനി യൂസ് ചെയ്യുള്ളൂ.
ലൈനോട് പോയിട്ട് അപ്പോൾ നമ്മുടെ വണ്ടി അധികം വൈകാതെ തന്നെ നമ്മൾ ഇറക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയത്. ഇതിൽ കുറച്ച് വർക്കും കൂടി ഉണ്ട്. നമ്മൾ ബാക്കിലായിട്ടൊരു ലൈറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോ ഒക്കെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ആകെ ചെറിയ 2 പാർക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് ദൂരെ നിന്ന് കാണാണ്ട് വരും. ഫോഗ് ലാമ്പ് ഓണാകുന്ന സമയത്ത് നമുക്ക് ഈ കാണുന്ന ഈ ലൈറ്റും കൂടെ ഓണാകണ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ അറിയാത്ത രീതിയിൽ നമ്മൾ ബമ്പറിൻ്റെ അടിയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരെണ്ണമാണ് ഫിക്സ് ചെയ്തിട്ടുള്ളൂ. 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ആർഭാടായി പോകും. കാരണം ഈ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സാധനം നമുക്ക് അത്രയും യൂസുള്ള സാധനമാണ്. ദൂരെ നിന്ന് വണ്ടി കാണണമെങ്കിൽ ഈ ഒരു ലൈറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് തെളിഞ്ഞ് വെക്കണം. അപ്പോൾ നമ്മളങ്ങനെ പ്രൈമർ 2K ഒരു കോട്ട് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം 2 ലിറ്ററോളം പ്രൈമർ പിടിച്ചിട്ടുണ്ട് വണ്ടി കേട്ടോ. അതായത് 2 ലിറ്റർ അടിച്ചിട്ടാണ് ഇത്രയും ഫില്ല് ചെയ്തേക്കണം. പ്രൈമറിൽ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഉണങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പ്രൈമർ ഉണങ്ങി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യൂല കേട്ടോ. ആ, അപ്പോൾ നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ നേരെ തള്ളി വെയിലത്തോട്ട് എടുത്തിടും. ഒന്ന് ഉണങ്ങി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും വെയിലത്ത് എടുത്തിടും. അപ്പോൾ നമുക്ക് വെയിലത്ത് ഇട്ട് കഴിയുമ്പോൾ അറിയാമല്ലേ വേറെ എന്തെങ്കിലും കൊമ്പളയ്ക്കാനോ പൊള്ളയ്ക്കാനോ ഉണ്ടെങ്കിൽ മിഷി അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപാകതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനും ലൈൻ വലിയായിട്ട് കിട്ടാനില്ല. ഇല്ല അല്ലേ? എനിക്ക് ആ KDR വെച്ചോടത്ത് മാത്രമാണ് തോന്നിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ആ മുകളിൽ അല്ലേ, അവിടെ ഒരു ഒന്നും കൂടെ ഒന്ന് വലിക്കാണ്ട് അല്ലേ, അത് മാത്രമാണ് എനിക്ക് ഇതിലൊന്നും തോന്നുന്നത്. ബാക്കിയുള്ള പിന്നെ എന്തായാലും ഡോറ് നമ്മളിപ്പോൾ ലൈൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഡോറ് അഴിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ അഴിച്ചെടുത്ത് വീണ്ടും സെറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതെല്ലാം ഇഞ്ചസ് കറക്റ്റ് വെച്ച് സ്പോട്ട് ചെയ്തെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അഴിച്ചെടുക്കാൻ ഇത് തന്നെ വെച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇഞ്ചസ് മാത്രം സ്പോട്ട് ചെയ്യാല്ലേ. എന്നിട്ടപ്പോൾ അപ്പോൾ പിന്നെ അലൈൻമെന്റ് അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം നമുക്ക്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അഴിച്ചിട്ട് പിന്നെ സെറ്റ് ചെയ്യുമ്പോഴേ ഡോറ് തൂങ്ങിപ്പോകും. അതാണ് പ്രശ്നം. നമുക്ക് അങ്ങനെ കൈയോടെ അഴിച്ച് സ്പോട്ട് കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറയുന്നതിൽ ക്യാരിയർ വെച്ചിരുന്നു കേട്ടോ. ക്യാരിയർ വെച്ചിട്ട് നമ്മുടെ ടോപ്പ് ചെറുതായിട്ടൊന്ന് പൊളഞ്ഞു പോയി. ആ, മറ്റേ ഇത് റിബിറ്റ് വെച്ചതില്ലേ, ക്യാരിയർ നമ്മൾ ലോഡ് വെച്ചപ്പോൾ ക്യാരിയർ ഊരിപ്പോരാൻ തുടങ്ങി. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പിൻ്റെ ഇടയിലായതുകൊണ്ട് നമുക്കത് റിബിറ്റ് ചെയ്യാണ്ട് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിൽ ഈ സൈഡിലും ആ ടോപ്പിലുമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അല അടിയുന്നുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലൈൻ മിസ്സായകണ പോലെയുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. കാണുന്ന കളറും നമ്മുടെ നാഡോ ഗ്രേയും ഒക്കെ ആയിട്ട് എവിടെയോ ഒരു ചെറിയ സാമ്യമുള്ള പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഈ നാഡോ ഗ്രേ എന്ന് പറയുന്ന പെയിൻറ്റും നന്നായിട്ട് ചേരും തോന്നണം. ഇങ്ങനെയാണ് നമ്മുടെ പ്രൈമർ അടിച്ചു കഴിഞ്ഞിട്ടുള്ള ലുക്ക്. അപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ വലിയ 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 രീതിയിലുള്ളൊരു അപാകത ടോപ്പിലില്ല. എന്നാലും ആ കാരിയർ വന്ന സ്ഥലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ലെവലാക്കാനുണ്ട്. ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. ബാക്കി സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ ലൈന് കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒന്നിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫസ്റ്റ് കോട്ട് പ്രൈമറി കയറിയപ്പോൾ തന്നെ ലൈന് കാര്യങ്ങളൊക്കെ ഫുള്ള് വിസിബിളായി, വലിയ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഇത് നമ്മുടെ സ്റ്റോപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഡോർ ഇച്ചിരി ചെരിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. ഇതിനകത്തൊക്കെ പ്രൈമർ അടിച്ചു. ഫുള്ള് ഓൾമോസ്റ്റ് വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു പരിപാടി നമ്മൾ തുടങ്ങി.
കുറേ ദിവസമായിട്ട് നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് സത്യം പറഞ്ഞാൽ എത്താൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഡോക്യുമെൻ്റ് ചെയ്ത 2 വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ട് ഏകദേശം 1 മാസത്തിനടുപ്പിച്ചാകുന്നു തോന്നുന്നു നമ്മുടെ റിസ്റ്റോറേഷൻ്റെ വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പ്രൈമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പരിപാടികളെല്ലാം പെട്ടെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ അടുത്ത വണ്ടിയുടെ വീഡിയോ ആയിട്ട് കാണാം. പോയി.